എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായിട്ടുള്ളത് തിരൂർ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ കീഴടത്ത് ഇബ്രാഹിം ഹാജിയാണ്. നിരവധി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഭാരവാഹിത്വമുള്ള അദ്ദേഹത്തിന് ഈ പുതിയ സ്വപ്നങ്ങളുമായിട്ടാണ് പുതിയ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് തിരൂർ നഗരസഭയിലേക്ക് അതിൻ്റെ സാരഥ്യം ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ നേരിട്ട് സംസാരിക്കാം. സ്വാഗതം ശ്രീ ഇബ്രാഹിം ഹാജി. നമ്മളിപ്പോൾ താങ്കളിപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ പ്രവാസി ജീവിതം, അതിനോടൊപ്പം ബിസിനസ്, കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അധികം സംഘടനകളുടെ ഭാരവാഹിത്വമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നല്ലോ. ഇപ്പോൾ ഈ തിരൂർ നഗരസഭയുടെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ ഒരു തോന്നാനൊന്നുമില്ല. കാരണം മേഖല മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഇപ്പോൾ 8 വർഷത്തോളമായി പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നേതൃത്വം വഹിക്കുന്ന ആളാണ്. മുൻകാലങ്ങളിൽ തന്നെ ഞാൻ പ്രവാസിയാകുന്നതിന് മുമ്പ് തന്നെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ, പിന്നെ അതിനുശേഷം വന്നതിന് ശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഭാരവാഹി സ്ഥാനം ഇല്ലാതെ തന്നെ ഞാൻ പാർട്ടിയുമായി സഹകരിച്ച് പാർട്ടിയുടെ യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ സഹകരിച്ച് അവരുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബിസിനസ് മാത്രമല്ല, നമുക്ക് വിവിധ മേഖലകളിൽ ബന്ധമുണ്ട്. ആ ഒരു പരിചയം, പിന്നെ ഇടപഴകലും ആളുകളുമായുള്ള ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത തോന്നാറൊന്നുമില്ല. അത് ശരിയാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രവാസി ജീവിതത്തെ നയിക്കുന്ന സമയത്ത് തന്നെ നിരവധി ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു അതിന് മുമ്പ് തന്നെ ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴേ, ഇപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു തരംഗമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളും ജില്ലയിലും അതേപോലെ തിരൂർ നഗരസഭയിലാണെങ്കിലും ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വലിയൊരു കുതിച്ച് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണവും പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഭരണവും അഴിമതിയും, അതുപോലെ തന്നെ ചില വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ അയ്യപ്പ ഭക്തരുടെ ശബരിമല അയ്യപ്പ ഭക്തരുടെ ഒരു പ്രധാന വിഷയമാണല്ലോ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളുടെ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം എന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതല്ല. അത് ഞങ്ങൾക്ക് ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളുടെ കൂടെ അവരുമായി സഹകരിക്കുക, സഹായിക്കുക, പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള വിഷയങ്ങളിൽ ഇടപെടുക. ഇപ്പം നമ്മൾ ചൂരൽമല ദുരന്തം, അവിടെയൊക്കെ പാർട്ടി വളരെ ശക്തമായിട്ടല്ലേ ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ ഏകദേശം ആ വീടുകളൊക്കെ പൂർത്തീകരിക്കും. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടുതൽ ഈ ചാരിറ്റിയോടാണ് കൂടുതൽ. അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ പൂർവികന്മാർ ചെയ്തു പോകുന്നതും ഇന്ന് ഞങ്ങളുടെ മഹാനായ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആ കുടുംബത്തിൻ്റെ അവരുടെ അജണ്ട തന്നെയാണ് അത്. ലീഡർഷിപ്പ് എന്നായാലും അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ നമ്മൾ കാര്യം പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യും. സാധാരണ പ്രതിപക്ഷം അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഭരിക്കുന്ന ആളുകൾ അവരുടെ അവകാശവാദങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തിരൂർ നഗരസഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പ്രധാന ഈ കോട്ടങ്ങളുണ്ടല്ലോ, ഇതിനെ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടോ? അത് ജെന്യൂനാണെന്ന് തോന്നി? അങ്ങനെ പ്രതിപക്ഷം ഉന്നയിച്ച കോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോട്ടം തിരൂർ നഗരസഭയ്ക്ക് ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ UDF തന്നെയാണല്ലോ ഭരിച്ചത്. അതെ, പ്രിയപ്പെട്ട സഹോദരി AP നസീമയുടെ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ രാമൻകുട്ടി, അവരുടെ നേതൃത്വത്തിലാണ് വളരെ വലിയ രീതിയിൽ തിരൂർ. അതിൻ്റെ മുമ്പേ 5 വർഷം ഒരു പിന്നെ ഇടതുപക്ഷ ഭരണമായിരുന്നു, LDFൻ്റെ ഒരു ഭരണമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളുടെ തിരൂരിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ UDFൻ്റെ ഭരണസമയത്ത് തന്നെയാണ്. കാരണം മഹാനായ
മുൻ ചെയർമാൻ അല്ല ശ്രീ ഇബ്രാഹിം ഹാജി, ഇതിൽ മറ്റൊന്ന് വെച്ചാൽ അവർ പ്രധാനമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് ഈ തിരൂരിലുള്ള ഈ പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നത്. അതായത് ഈ ഉദാഹരണത്തിന് നമ്മളെ ഈ ബസ് സ്റ്റാൻഡ്, അതുപോലെ ഈ ടൗൺ ഹാൾ, ഇങ്ങനെയൊക്കെ അവർ അവകാശപ്പെടുന്നത്. ടൗൺ ഹാള് ബസ് സ്റ്റാൻഡൊക്കെ UDF പദ്ധതിയാണ്, UDF കൊണ്ടുവന്നതാണ്. പക്ഷെ ബസ് സ്റ്റാൻഡ് സംബന്ധിച്ച് അത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഇടതുപക്ഷ കൗൺസിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതൊക്കെ അബൂബക്കർ സാഹിബിന്റെ ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതികൾ തന്നെയാണ് അതൊക്കെ. അത് ഇവിടെ ഓരോന്നും പരിശോധിച്ചാലേ അതിന് തറക്കല്ലിട്ടതും അത് ഉദ്ഘാടനം ചെയ്തു ഇത് രണ്ടും പരിശോധിച്ചാൽ മതി. അതിന്റെ കൗൺസിൽ രേഖകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ആ സംഗതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മളെ നഗരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റ് ഇപ്പം ജില്ലയിലെ ഒരു നഗരത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് ഇപ്പോൾ RRR എന്ന് പറയും. ഇപ്പം നമ്മൾ വേണമെങ്കിൽ RRR എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നല്ലോ, അതുപോലെ RRR എന്ന് പറഞ്ഞാൽ റെയിൽവേ, റോഡ് വേ, റിവർ വേ, ഇത് മൂന്നും കൂടി സമന്വയിക്കുന്ന ഒരു നഗരമാണ് നമ്മളത്. ശരിക്ക് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നഗരമാണ്. നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ നഗരത്തിലുണ്ട്. അത്തരത്തിലൊരു വിഭാവന എന്തെങ്കിലുമൊക്കെ നമ്മളെ നഗരത്തിൽ നല്ലൊരു ഒരു മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതി തീർച്ചയായിട്ടും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരൂരിനെ സംബന്ധിച്ച് തിരൂരിൻ്റെ 3 ഭാഗങ്ങൾ കവർ ചെയ്തു പോകുന്നതാണ് തിരൂർ പൊന്നാനി പുഴ. മനോഹരമായ ബ്യൂട്ടിഫിക്കേഷൻ നടത്താനും വികസനം നടത്താനൊക്കെ കഴിയുന്ന ഒരു മേഖലയാണ്. ടൂറിസത്തിന് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ്. അതിലൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമുക്ക് എന്നാൽ കഴിയുന്ന പരമാവധി ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനം. നമ്മളെ മഹാകവി വള്ളത്തോൾ അദ്ദേഹത്തിന്റെ സാഹിത്യമഞ്ജരി എന്ന് പറഞ്ഞിട്ടുള്ള ആ കവിതാ സമാഹാരത്തിൽ തിരൂർ മുതൽ പൊന്നാനി വരെ പോകുന്ന ബോട്ട് യാത്രയുടെ വിവരണങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ആ ബോട്ട് യാത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പിന്നെ ബോട്ട് യാത്ര തിരൂരിൽ നിന്ന് പൊന്നാനി എത്തുന്ന അത് അരിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടുകളൊക്കെ ഒരുപാട് സാധ്യതകളുടെ ലഭ്യമാകുന്ന നമ്മൾ പ്രവർത്തിക്കണം. നമ്മളതിന് കൂടെ നമുക്ക് നല്ല എക്സ്പെർട്ട് ആളുകൾ, അത്രയും ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അത് ചെയ്യാൻ കഴിയും. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ നമ്മളെ ഇപ്പോൾ ചമ്രവട്ടം പാലം വന്നതിന് ശേഷം നമ്മളെ ഈ ദീർഘദൂര ബസ്സുകൾ യാത്രകളൊക്കെ കൂടുതൽ നമ്മളെ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ റോഡിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടൗണായി മാറിയിട്ടുണ്ട്. നമ്മളെ തിരൂരിനെ ഉൾക്കൊള്ളാനുള്ള ഒരു സംഭവം. താങ്കൾ ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്, പല നഗരങ്ങളിൽ പോയിട്ടും വിദേശത്തായിട്ടും ഇന്ത്യക്ക് തന്നെ പല സ്ഥലത്തും പോയിട്ട് പരിചയമുള്ള. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഈ ഗതാഗതക്കുരുക്ക് ഗതാഗതക്കുരുക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഒന്ന്, തിരൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും ഷോർട്ട് ഏരിയയാണ്. 17 സംതിങ് കിലോമീറ്റർ ചുറ്റളവിലാണ് തിരൂര്. മറ്റ് പഞ്ചായത്തുകളെ, മറ്റ് മുനിസിപ്പാലിറ്റികളെ അപേക്ഷിച്ച് പരന്ന സ്ഥലമാണ് എന്നുള്ളത്. അപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഇപ്പോൾ തിരൂരിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ബിസിനസ് രംഗത്തൊക്കെ മുൻകാലത്ത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ടൗണാണ് തിരൂര്. വെറ്റിലയുടെയും മത്സ്യത്തിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പദ്ധതി, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബോട്ട് യാത്രയുണ്ട് പൊന്നാനിക്ക്. ആ പൊന്നാനി വരെ, അതായത് അരി പോലത്തെ നാളികേരം പോലത്തെ സാധനങ്ങൾ പൊന്നാനി ഭാഗത്തേക്ക് അന്ന് തിരൂരിൽ നിന്നാണ്. തിരൂർ മാർക്കറ്റ് ഗതാഗതമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരൂര് ടൗണിൽ നിന്ന് മഞ്ചേരി, കാളികാവ് വരെ കാളവണ്ടിയിൽ ആഴ്ചയിലുള്ള ചന്തയിൽ നിന്ന് സാധനം പോയിരുന്നത് മുമ്പ്. അതിനുശേഷം പിന്നെ ഈ കോട്ടക്കൽ പോലത്തെ സ്ഥലങ്ങൾ കുറച്ച് വിപുലമായപ്പോൾ ഈ ബിസിനസ്സുകളൊക്കെ 4 ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോയി. ഇപ്പൊ വീണ്ടും അത് ഒരു മുൻകാല ചരിത്രം വെച്ച് ഇനിയും ആ വികസനങ്ങൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ നെക്സ്റ്റോ പോലെയുള്ള വലിയ ഇന്റർനാഷണൽ ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നുണ്ട്. വരുമ്പോൾ നമുക്ക് ട്രാഫിക്കിന്റെ പ്രയാസങ്ങൾ അവിടെ അനുഭവപ്പെടും. ആ ട്രാഫിക്കിന്റെ പ്രയാസപ്പെടുമ്പോൾ തന്നെ ഇപ്പോൾ പ്രിയപ്പെട്ട MLA കുറുക്കുളം മൊയ്തീൻ സാഹിബുമായി സഹകരിച്ച് അദ്ദേഹവും ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ തിരൂര് നിലവിൽ മമ്മൂട്ടി MLAയുടെ ഒരു പ്രൊജക്റ്റാണ് ഒരു ബ്രിഡ്ജ്, ഓവർ ബ്രിഡ്ജ്. അത് പൊന്മുണ്ടം ബൈപ്പാസ് അല്ല, തിരൂര് മലബാർ ഗോൾഡ് ക്രിസ്ത്യൻ പള്ളി നിൽക്കുന്ന അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെപ്പാലം അപ്പുറത്ത് പോയിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലം. പക്ഷെ അതിനുശേഷം അത് കുറച്ചുകൂടെ നീട്ടിയിട്ട് ഇപ്പൊ നെക്സ്റ്റോ സ്ഥിതി ചെയ്യുന്ന അവിടേക്ക് കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം MLAയുമായി സംസാരിച്ചപ്പോൾ
അവിടുന്ന് കുറച്ചുകൂടെ ലുലു കടന്ന് ഏകദേശം പോലീസ് ലൈൻ്റെ ആ ഭാഗത്തേക്ക് അവസാനിക്കുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു പദ്ധതി ആയതുകൊണ്ട് അതിന് ഫണ്ട് കണ്ടെത്താനും പിടിക്കാനൊക്കെ പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത് നമ്മളുടെ ഈ ടൗൺ റോഡിന് പിന്നെ പാരലായിക്കൊണ്ട് നമ്മളെ സെൻട്രൽ പ്ലാസയെ കടന്നു MES സ്കൂളിൻ്റെ ബാക്കിൽ കൂടെ കടന്നു പോകുന്ന ഒരു റോഡ്, പുതിയൊരു പദ്ധതി പ്രൊജക്റ്റ് സർവേക്കും മറ്റൊക്കെ അദ്ദേഹം ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതുമായി നമുക്ക് ഈ കർമ്മ റോഡ് പോലത്തെ സംഭവം, കർമ്മ റോഡ് പോലെ പുഴയോട് ചേർന്ന് ഇങ്ങനെ പുതിയ ടൗൺ പ്ലാനിംഗ് അനുസരിച്ച് ആ സാധനം ഉണ്ട്. പുതിയ ടൗൺ പ്ലാനിങ്ങില് തലക്കടത്തൂരിന്ന് വരുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ MLA പദ്ധതി തന്നെയാണ് നമ്മളെ സ്റ്റേഡിയത്തിന്റെ വടക്ക് വശത്ത് കൂടെ ഒരു ബ്രിഡ്ജ് ഇപ്പുറത്തേക്ക് റെയിൽവേ കടന്ന് ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന ഒരു സംഭവം. അത് ദീർഘകാലമായിട്ട് അദ്ദേഹം ഇതൊക്കെയാണെങ്കിലും നമ്മൾ ആ പൊന്മുണ്ടം ബൈപ്പാസിന്റെ പൂർത്തീകരിക്കുമല്ലോ. അപ്പോൾ അതിപ്പോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിച്ച് കുറച്ചൊരു ഗതാഗതക്കുരുക്ക് ഈ കിഴക്ക് ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ കടന്നു പോകാനുള്ള സംവിധാനം. നമ്മൾ ഈ റോഡിന്റെ കാര്യം പറയുമ്പോഴേ ഒരു പ്രധാനമായിട്ട് ആരും നോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം MLA ഒക്കെ അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ. കാരണം നമ്മൾ ഈ തലക്കടത്തൂർ ഭാഗങ്ങളിൽ നിന്ന് പൂക്കയിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പുത്തൂർ മന റോഡ് എന്ന് പറഞ്ഞ റോഡ് അവിടെ 6-ാം വാർഡിലൊക്കെ ഒന്ന് ഒരു 96-ലോ മറ്റോ തുടങ്ങി വെച്ചതാണ്. 2000-ൽ നമ്മളെ കുഞ്ഞീരിയം എന്ന് പറഞ്ഞാൽ ശ്രീമതി കുഞ്ഞീരിയം ഉള്ള സമയത്താണ് അതിന് മറ്റു കാര്യങ്ങളൊക്കെ നീക്കിയത്. പക്ഷെ അത് ഇങ്ങനെ കിടക്കുക തന്നെയാണ്. ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റുകൾ ഇപ്പോൾ MLA ആയാലും പിന്നെ ഗവൺമെൻറ് തലത്തിൽ പ്രൊജക്റ്റ് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഇതിനൊക്കെ ഫണ്ട് ചെലവഴിക്കാൻ ഗവൺമെൻറ് കൊടുക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ് 10 വർഷം ഭരിച്ച ഗവൺമെൻറ് ചെയ്തത് എന്താണ്, ഫണ്ട് എവിടേക്കാണ് ചെലവഴിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പ്രയാസങ്ങളുണ്ട്. UDF ഭരിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് നമ്മളെ ജില്ലയിലൊക്കെ ഒട്ടനവധി പദ്ധതികളും വലിയ പ്രൊജക്റ്റുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം സാമ്പത്തിക പ്രയാസമൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. അത് ആ പദ്ധതികളൊക്കെ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട്. പിന്നെ തിരൂരിൻ്റെ വികസനം, തിരൂരിൻ്റെ ടൗണിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രധാനമാണ്. പിന്നെ ഈ നമ്മുടെ പല ഭാഗങ്ങളും സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഫണ്ട് വെച്ച് അതിൻ്റെ ഗ്രാസ് പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒക്കെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു വരുന്നു. അതിൻ്റെ സിന്തറ്റിക് ട്രാക്ക് മുമ്പ് അത് 6 7 ട്രാക്കേ ഉള്ളൂ. അതിപ്പോൾ 9 ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. അതിപ്പോൾ റീവർക്ക് ചെയ്യാൻ പോവാണ്. അത് ബഹുമാനപ്പെട്ട MLA ഏകദേശം 2 കോടിയായിരുന്നു അനുവദിച്ചിരുന്നത്. അത് 3.5 കോടിയാക്കി ഉയർത്താൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതും പൂർത്തീകരിക്കും. നല്ല കാര്യം. പിന്നെ മറ്റൊന്ന് നമ്മൾ അത് ഇത്തരം കാര്യങ്ങളല്ലാതെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, താങ്കളുടെ പിന്നെ എങ്ങനെ കുടുംബം എനിക്ക് പിന്നെ ഞങ്ങൾ പാപ്പാക്ക് 10 മക്കളാണ്. അതിൽ മൂത്ത മകനാണ് ഞാൻ. ഞങ്ങൾ 9 സഹോദരങ്ങളും 10 സഹോദരങ്ങളും ഒരു സഹോദരി. കാരണം വാപ്പ രണ്ടാമതൊരു വിവാഹം കഴിച്ചപ്പോൾ അതിൽ ഒരു മകനും കൂടെ ഉണ്ട്. 11 പേരാണ് ഞങ്ങൾ. അതിൽ ഒരാൾ മരിച്ച, എൻ്റെ നേരെ താഴെയുള്ള ആൾ ഒരു 16 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ ഗൾഫിൽ വെച്ച് മരിച്ച. ഇപ്പോൾ ഞാൻ ഒരു ഇവിടെ ഈ നമ്മുടെ അതായത് 73 കാലഘട്ടങ്ങളിൽ തിരൂർ മുനിസിപ്പാലിറ്റി ആരോഗ്യ മേഖലയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആയുർവേദിക് ഫാർമസി ഉണ്ട്. അത് ആ കാലത്ത് 6-ാം വാർഡോ 9-ാം വാർഡേറ്റാണ്. അന്ന് ബഹുമാനനായ MM കാജിയുടെ നേതൃത്വത്തിലാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. അത് ഈ ഇവിടുന്ന് പഴയ ബിൽഡിങ് വാടകക്കെട്ടിടത്തിലായിരുന്നു. അപ്പം അതിന് ഞാനൊരു സ്ഥലം സ്പോൺസർ ചെയ്ത് വിട്ടു നൽകി കൊടുത്തു. അതിന് ബിൽഡിങ് പ്രിയപ്പെട്ട MP E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ 32 കോടിയുടെ പദ്ധതി വെച്ച് ബിൽഡിംഗ് പൂർത്തീകരിച്ചു, ഉദ്ഘാടനം കഴിച്ചു. അത് എൻ്റെ ഈ മരിച്ച സഹോദരൻ്റെ പേരിലാണ് ഞാൻ ആ പ്രോപ്പർട്ടി കൊടുത്തു. ഇപ്പോൾ പ്രവാസി ഇപ്പോൾ ഗൾഫിലെ ബിസിനസ്സുകളുണ്ട്, ബിസിനസ് ഉണ്ട്. പിന്നെ മകനെ എനിക്കൊരു മകനേ ഉള്ളൂ. ആ സഹോദരങ്ങൾ നോക്കുന്നുണ്ട്. ഒരു മകനാണുള്ളത്. 2 പെൺമക്കളാണ്. അവരൊക്കെ വിവാഹം കഴിച്ചു. മകന് 2 കുട്ടികളുണ്ട്. ദൈവം സഹായിച്ചിട്ട് വലിയ അനുഗ്രഹമായി ജീവിക്കുന്നു. ഇപ്പോൾ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഈ സംഘടനകളൊക്കെ വരുമ്പോഴേ അവിടെ ഇപ്പോൾ നമ്മൾ ഈ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം എങ്ങനെ അതിനോട് എങ്ങനെ കലയോട് സിനിമ അതിനോടൊക്കെയാണോ? അങ്ങനെയൊന്നുമില്ല. കല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ തിരൂര് പിന്നെ മാപ്പിള കലാ അക്കാദമി ചെയർമാനാണ്. എനിക്കൊരു പൂർവ്വ ചരിത്രം
പഴയ കാലത്ത് ആ ഞാൻ 71 കാലഘട്ടങ്ങളിലൊക്കെ ഈ മൈക്കസെറ്റ് ഓപ്പറേറ്ററായിട്ട് അതെ തിരൂര് ജീവിച്ചിട്ടുണ്ട്. അത് ശരി. ആ അപ്പം അങ്ങനെ ചില പിന്നെ പാട്ടുകാരോടൊക്കെ ഒരു അല്ല അപ്പോൾ കൂടുതൽ ആ സംഗീതത്തിനോടൊക്കെ ഒരു കൂടുതൽ സംഗീതത്തിനോട് ഇതുണ്ടാവുമല്ലോ. കുറച്ച് സ്നേഹം കൂടുതലാണ്. കൂടുതലുണ്ടാവും. പ്രത്യേകിച്ച് പഴയ കലാകാരന്മാർ ആ അങ്ങനെയുള്ള. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇവർ ഇവിടെ വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ സഹകരിക്കും പിടിക്കും. ആ പിന്നെ വിവിധ സംഘടനകൾ എന്ന് പറയുമ്പോൾ നല്ല അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഒരുപാട് സഹകരിച്ച് പോകാന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ആ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമല്ല നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന സഹജീവികളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം ആ പഴയ കാലം തൊട്ടുണ്ട്. ആ ഇന്നും അത് തുടർന്നു പോകുന്നു. ആ അങ്ങനെയാണ്. അതല്ല ഈ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോഴേ എങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടാണ്? മുഹമ്മദ് റാഫി അല്ല, എനിക്ക് പഴയ മാപ്പിളപ്പാട്ട് കലാകാരന്മാർ അങ്ങനെയാണ്. എ വി മുഹമ്മദ്, ആ വി എം കുട്ടി, കുട്ടി, ഫസീല, കെ എസ് മോയിൻകുട്ടി വൈദ്യരുടെ മോയിൻകുട്ടി പഴയ 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 ശീലുകൾ. അത് ഞാൻ ഇന്നും ഒരു 4-5 പാട്ട് യൂട്യൂബിൽ അങ്ങനെ കേൾക്കും. കേട്ടിട്ടേ ഉറങ്ങാറുള്ളൂ. അത്യാവശ്യം പാടും ചെയ്യും. അങ്ങനെ അതില്ലായിരിക്കില്ലല്ലോ. പാടുക എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ മാപ്പിളകലാ അക്കാദമിൻ്റെ ചെയർമാൻ ഷാഫി അതിൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ സംഗീതം ഒരു ട്രീറ്റ്മെൻ്റ്, ഒരു മരുന്ന് കൂടിയാണ്. പല സമയത്തും നമ്മളെ മനസ്സിനെ വളരെ സന്തോഷമാക്കാനും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് സംഗീതം എന്ന് പറയുന്നത്. മനസ്സിൽ നമ്മൾ പല മേഖലയിലും വളരെ തിരക്ക് പിടിച്ച് ഓടുന്ന ആളുകളാണ്. കുറച്ച് നേരം ഒരു പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള വരികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഒരുപാട് മനസ്സിൽ കുറേ സങ്കല്പങ്ങളുണ്ട്. അതായത് തിരൂർ നഗരത്തിനെ ബ്യൂട്ടിഫൈ ചെയ്യണം. അതേപോലെ തിരൂർ നഗരത്തിൽ സാധാരണ എല്ലാവരും വന്ന പോലെ ചെയർമാനായിട്ട് പോകാനല്ല ഉദ്ദേശിച്ചതെന്നുള്ളത് കുറച്ച് ചില ബൈറ്റുകളൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി. മാത്രമല്ല ഇവിടെ ഇലക്ഷൻ വരുന്ന സമയത്ത് പലരും സാധാരണ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ. അപ്പോൾ താങ്കൾ എന്താ ഒരു 30 സീറ്റ് കിട്ടും എന്നുള്ളത് ഞാൻ എവിടെയൊന്ന് കേട്ടതായിട്ട് തോന്നി. അത് ഇലക്ഷൻ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ എൻ്റെ പാർട്ടി മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ 17-ാം വാർഡിലാണ് മത്സരിച്ചത്, എൻ്റെ തൊട്ടടുത്ത്, എൻ്റെ പ്രദേശത്ത് തന്നെ. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ഞാൻ ഇലക്ഷൻ്റെ അന്ന് വോട്ടിങ്ങിന് വന്നപ്പോൾ അഫ്സല് വന്നിരുന്നല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞു 30-ൽ കുറയാത്ത സീറ്റ് ഐക്യജനാധിപത്യം സാധാരണ എല്ലാവരും അവകാശവാദം ഉന്നയിക്കും, പക്ഷേ ഇതൊരു കണക്ക്. അപ്പോൾ പലരും അതിന് പരിഹസിച്ചിട്ടുമുണ്ട്. ദൈവം സഹായിച്ച് 31 ആവുക എന്നല്ലാതെ 30 വന്നിട്ടില്ല. അത് പിന്നെ ഇന്നത്തെ സാഹചര്യങ്ങളും പിന്നെ ഈ മത്സരരംഗത്ത് ഒക്കെ ചെറുപ്പക്കാരാണല്ലോ. 40 വയസ്സിന് താഴെയുള്ള ആളുകൾ ഒക്കെ നല്ല വിദ്യാസമ്പന്നരും പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളാണ്. നഗരസഭയെ വികസിപ്പിക്കാനുള്ള തീർച്ചയായിട്ടും എൻ്റെ ടീം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് വയസ്സനാണെങ്കിലും എൻ്റെ ടീം അല്ലേ കെ റിയാസ്, അതുപോലെ തന്നെ നമ്മളെ ടി ബാബു, സുബൈർ മാഷ്, അതുപോലെ നമ്മളെ അൻവർ, ഷഹീദൊക്കെ, അവരൊക്കെ യങ്സ് യൂത്ത് ലീഗിൻ്റെ രാഷ്ട്രീയ രംഗത്ത് MSF മുതൽ തിളങ്ങി നിൽക്കുന്ന ആളുകളാണ്. ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന അവരൊക്കെ കൂടെ ഉണ്ട്. അവരൊക്കെ വലിയ സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കൂടുതലുള്ള പിന്നെ കോൺഗ്രസിൻ്റെ മുസ്ലിം ലീഗിന് ഞങ്ങൾ 31 പേരും നല്ല കഴിവുള്ള ആളുകളാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾ യാസർ പയ്യോളി, യാസർ പൊട്ടിച്ചോലൊക്കെ നല്ല കഴിവുള്ള. അതാണ് ഒരു ധൈര്യം. പിന്നെ ഞാൻ പല രംഗത്തും ഭരണം എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ 40 പേരുണ്ട് ഇവിടെ. ഇപ്പൊ ഈ ഭരണസമിതി എന്ന് പറഞ്ഞ ഒരു കൂട്ടായിട്ടുള്ള പ്രതിപക്ഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട ഗഫൂർ പി ലില്ലി, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പഴയ കാലം. തീർച്ചയായിട്ടും അവരൊക്കെ നല്ല സഹകരിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ഭരണ സംവിധാനമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിച്ചാണ്. അപ്പോൾ ടീം വർക്ക് കൂടിയിട്ട് എല്ലാവരുടെയും പിന്നെ സഹായങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അഭിപ്രായം. പിന്നെ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ നല്ല സഹകരിച്ച്, ഇന്നലെ ഞാൻ ഉദ്യോഗസ്ഥരെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ നടത്തി നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് നമുക്ക് ഒട്ടനവധി പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാനാണ്. അപ്പോൾ നമ്മളെ ഈ പുതിയ നേതൃത്വത്തിൽ ഇപ്പോൾ ഭരണസമിതി വന്നു, അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുക, സാരഥ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ തിരൂർ നഗരത്തിൻ്റെ ഈ വിഭാവനം ചെയ്യുന്നത്? നിങ്ങൾ തിരൂർ ഏറ്റവും നമുക്ക് ഒന്നിപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച വാഹനക്കുരുക്ക്, നമ്മളുടെ ട്രാഫിക് ജാം,
അത് അടുത്ത ദിവസം തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ കുറച്ചൊക്കെ മെച്ചപ്പെടുത്തുക. ഇപ്പോൾ MLA-യുമായി ഓൾറെഡി സംസാരിച്ചു. നമ്മൾ ഈ ഹോസ്പിറ്റൽ റോഡ് നമ്മളിപ്പോൾ അത് അമ്പലക്കുളം വരെ പോയിട്ട് നിൽക്കുകയാണല്ലോ, ആ ജംഗ്ഷൻ പോയി നിൽക്കുകയാണ്. അവിടുന്ന് അത് പൂങ്ങോട്ടോളം വരെ വീതി കൂട്ടാനുള്ള ആ ഫണ്ടൊക്കെ MLA-യുടെ ഫണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രയത്നം തുടക്കത്തിൽ തന്നെ തുടങ്ങണം. പിന്നെ നമ്മൾ ഈ പല ഭാഗങ്ങളിലും പിന്നെ ടൗൺ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ നല്ല കാര്യം. അത് നിർബന്ധമായിട്ടും നമ്മൾ KK അങ്ങാടിനെ സംബന്ധിച്ച് സെൻട്രൽ ജംഗ്ഷൻ മുതൽ തലക്കടത്തൊരു പാലം വരെയെങ്കിലും ഒരു പിന്നെ ആളുകൾക്ക് നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. റോഡ് സൈഡിൽ അതൊക്കെ നമ്മളെ ബിസിനസ്സുകാരും ബിൽഡിംഗ് ഓണേഴ്സൊക്കെ ആയിട്ട് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പിന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. കാരണം നമ്മൾ ഭൂമി വികസിക്കുന്നില്ല, നമ്മളെ സമൂഹം വികസിച്ചുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങൾ മുമ്പത്തെ പോലെ അല്ലല്ലോ, ഇപ്പോൾ എല്ലാവർക്കും 3-4 വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു 30 വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ, 30-35 വർഷം. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ. പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റേഡിയം അതിന് പുറമെ തുഞ്ചൻ റോട്ടിൽ മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ് എന്നാ തോന്നുന്നത്. അതൊക്കെ പരിശോധന നടത്തിയതിനു ശേഷം. പക്ഷേ എൻ്റെ ഒരു ആശയം അതിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം, വെരി ഗുഡ്, ഒരു ഇൻഡോർ സ്റ്റേഡിയം കൊണ്ടുവരണമെന്നുണ്ട്. തുഞ്ചൻ റോട്ടിലുള്ള ആ പ്രോപ്പർട്ടി നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം. അതിനൊരു പിന്നെ നമ്മളെ ഈ ജലഗതാഗതം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, അതിൻ്റെ സൈഡിൽ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തിട്ട് ആളുകൾക്ക് കാലത്ത് നടക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ സവാരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. ഈ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടേ ഒന്ന് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ അതിപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്കതിന് നിങ്ങൾക്ക് കാണാം. ഒന്ന് നമ്മളെ റിംഗ് റോഡ് അല്ല ബൈപ്പാസ് റോഡ്, ആ ബൈപ്പാസ് റോഡിൻ്റെ സൈഡ് കുറച്ചും കൂടെ ഒരു മനോഹരമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളെ കാറ്റ് കൊള്ളാനും പിടിക്കാനൊക്കെ വരാൻ പറ്റുന്നതാണ്. സ്റ്റേഡിയം തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുഭാഗം ഒരു നടപ്പാതയുണ്ട് സൈഡിൽ കൂടെ. അത് വന്ന് ചേരുന്നത് നമ്മൾ താഴെപ്പാലം പിന്നെ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറകിലായിട്ടാണ്. അവിടെ നമുക്ക് ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രോപ്പർട്ടി തന്നെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന സർവേ ചെയ്ത് വെച്ച സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ പിന്നെ റിഫ്രഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. പിന്നെ നമുക്ക് പാർക്കിംഗ് പ്ലാസകൾ, പാർക്കിംഗ് വലിയ പ്രശ്നം, വാഹനം നിർത്തണം. അപ്പോൾ ആ വാഹനം നിർത്തുന്നതിന് വേണ്ടിയിട്ട് പാർക്കിംഗ് പ്ലാസ നമ്മൾ കഴിഞ്ഞ തവണ ആലോചിച്ചാണ്, കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് ആലോചിച്ച് അതിൻ്റെ ചില പ്രായോഗികത്വങ്ങൾ സ്ഥലം കിട്ടാത്ത ഇപ്പോൾ പരിമിതി ഉണ്ട് എങ്കിലും ഇത്തവണ അത് നിർബന്ധമായിട്ടും 2-3 സ്ഥലത്ത് കൊണ്ടുവരണം. പിന്നെ ഈ വഴിയോര കച്ചവടക്കാരെ ഈ സൈഡിലൊക്കെ അത് നമ്മളെ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ തിരൂർ കച്ചവടം ചെയ്യുന്ന ടാക്സും റെൻറ്റും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രയാസം വരുന്ന പിന്നെ ഹോട്ടൽ രംഗത്തായാലും വെജിറ്റബിൾ, ഫിഷ് ഇതൊക്കെ അങ്ങനെ. അപ്പം അതിനൊരു പ്രത്യേക ഹബ്ബ് അവർക്കായിട്ട് 2-3 മേഖലയിലെ ഹബ്ബ് കൊണ്ട് അവിടെ മാത്രം ചെയ്യുക. അത് ഒരു മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസും കാര്യമൊക്കെ ഉള്ള ആളുകളായിരിക്കണം, അല്ലാതെ വെറുതെ കച്ചവടം ചെയ്തു പോകുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ആലോചനയുണ്ട്. പിന്നെ ജനങ്ങളുടെ ക്ഷേമം, കാരണം പല വാർഡുകളും പ്രയാസം അനുഭവിക്കുന്നു. ഒരു ഭരണസമിതി വന്ന ഉടനെ ഒരു വാർഡ് പൂർണ്ണമായി പ്രവർത്തിച്ച് പാർത്തം കൊണ്ടുവരാൻ കഴിയില്ല. വിവിധ ഘട്ടങ്ങളായി 1 by 1 ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വിവിധ വാർഡുകൾ, ഇപ്പം എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പിന്നെ വഴി പ്രശ്നങ്ങൾ, റോഡ് പ്രശ്നങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കുടിവെള്ളം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം അതിനൊക്കെയുള്ള പദ്ധതികൾ കൊണ്ടുവരണം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ പിന്നെ നമ്മളുടെ കൗൺസിലിൻ്റെ കാലത്ത് കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഓർഡർ ഇന്നലെ AIനി സെക്രട്ടറിയൊക്കെ വിളിച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒന്ന് എന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത് എൻ്റെ ഒരു പാർട്ടിയാണല്ലോ. പാർട്ടിയുടെ ചില ഉപദേശ നിർദ്ദേശങ്ങൾ അതനുസരിച്ച് ആ വികസനം, അതും വികസന കാഴ്ചപ്പാടും ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ലീഡേഴ്സിൻ്റെ ഒക്കെ. അവരുടെ ഒക്കെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം
ഓക്കെ. പിന്നെ ഭരണ സംവിധാനം 40 കൗൺസിലേഴ്സാണ് ഒരുമിച്ച് നിന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് നവീകരണവുമായി ഒരു സംഭവമുണ്ട്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഒരു സംവിധാനം ഇല്ല ഇപ്പോൾ. ഓഫീസ് അപ്പോൾ അത് നമ്മളെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു പ്രയാസമാണ്. കെട്ടിടം പുനർനിർമ്മിക്കാനാണ്? അല്ല, കെട്ടിടം ഒന്ന് ആൾട്ടിഫിക്കേഷൻ ചെയ്യാം. തൊട്ടടുത്ത് തന്നെ അനക്സ് ബിൽഡിങ് വരും. അനക്സ് ബിൽഡിങ് വരാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവണം, തീർച്ചയായും മാധ്യമങ്ങളും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇതെന്തൊരു CCTVയുടെ കാര്യമൊക്കെ പറഞ്ഞു. CCTV നമ്മൾ മുമ്പ് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തുടങ്ങി വെച്ചൊരു DSP ബെന്നി സാറുള്ള കാലത്താണ് ആ സംവിധാനം. അതൊന്നും കൂടെ DSPയുമായി കണ്ടിട്ടില്ല. കണ്ടതിന് ശേഷം പ്രധാന ഉദ്ദേശം പോലീസ് കൺട്രോളിലേക്ക്, അതായത് ഏകദേശം വന്ന് 250 ക്യാമറകളാണ്. ഒരു 25-30 ലക്ഷം ഉറുപ്പിക ചെലവ് വരും. അത് ഒരു സമൂഹ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ട് ചെയ്യുക. കാരണം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊന്നും അതിന് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സംവിധാനം ആലോചിക്കുന്നുണ്ട്. അതും DSPയുമായൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഒരു കൺട്രോൾ വരുന്ന രൂപത്തിൽ. ഓക്കെ. അപ്പോൾ ഇനി ഒരുപാട് തിരക്കിലേക്ക് വരികയാണ്. ഇതുവരെയുള്ള പ്രവർത്തനത്തിനേക്കാൾ കുറച്ചുകൂടി ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഇതിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നന്നായിട്ട് താങ്കളുടെ ഒരു വിഭാവനം ചെയ്ത രീതിയിൽ എല്ലാം ചെയ്യാൻ താങ്കൾക്ക് സാധിക്കട്ടെ. അപ്പോൾ താങ്കൾ മനസ്സിൽ കണ്ടതുപോലെയുള്ള വിഭാവനം ചെയ്തതുപോലുള്ള ഒരു പ്രവർത്തനങ്ങൾ തിരൂർ നഗരസഭയിൽ നടത്താൻ താങ്കൾക്ക് സാധിക്കട്ടെ. ഇതുവരെ ഞങ്ങളോടൊപ്പം വന്ന് ഈ തിരക്കിനിടയിലും ഞങ്ങളോട് ഈ ഒരു അതിഥിയായി ഇവിടെ എത്തി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.